ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനോജി. ആഷാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അവല് വിളയിച്ച് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൽ എങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇവിടെ ചിരകി കിട്ടുന്നതായിട്ട് ഒരു കവറും പിന്നെ അതിൻ്റെ ഹാഫും കൂടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് വറുത്ത് ചേർക്കാനുള്ള കാഷ്യൂനട്ടും എള്ളുമാണ്. പിന്നെ 1/2 കിലോ അവലെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന ശർക്കര, ഞാൻ വാങ്ങിക്കുന്ന ഈ ടൈപ്പ് ശർക്കരയായിട്ട് ഇതിൻ്റെ 5 ശർക്കര എടുത്തേക്കുന്നത്. ഒരു ശർക്കര 1/2 കപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് ചേർക്കാനായിട്ട് ചുക്കും ഏലക്കായും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇത് 1/2 കപ്പിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത്, മെഷർമെൻറ്റ് കപ്പാണ്, 1/2 കപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ശർക്കര അടുപ്പിലോട്ടിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. ഈ ശർക്കരയ്ക്കകത്ത് അധികം ചെളിയോ കല്ലോ ഒന്നും ഇല്ലാത്തതായിട്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒന്ന് കുറുകി വറ്റി ഒരു ഒട്ടൽ പരുവാകുമ്പോൾ, നമ്മൾ കയ്യിലൊട്ടുന്ന പരുവാകുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. തേങ്ങ നന്നായിട്ട് വേകണം, വെന്ത് കുറുകിയെടുക്കണം. ഈ ശർക്കരയുടെ പാനി വെള്ളമെല്ലാം വറ്റി ഒരു നല്ലൊരു പാകം പരുവാകും. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ആയിട്ടില്ല, ഇത് നന്നായിട്ട് വെള്ളം വിട്ട് തന്നെ കിടക്കുകയാണ്. അത് നന്നായിട്ട് കുറുകിയെടുക്കണം. നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും അത് കുറുകും. അപ്പം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോകരുത്. ഇത് നമുക്ക് പരുവത്തിൽ കിട്ടുന്നിടം വരെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അതായത് അവല് വെള്ളയിച്ചെടുക്കുന്നിടം വരെ, അല്ലെങ്കിൽ കരിഞ്ഞു പറ്റും. നമ്മൾ ഒട്ടും മാറരുത്. അപ്പം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞപ്പോൾ, ശർക്കര ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാനിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് ഒന്നുകൂടെ വറ്റിയപ്പോഴത്തേന് ഞാൻ ചുക്കും ഏലക്കായും കൂടെ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തു. അത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം തേങ്ങ നന്നായിട്ട് വെന്ത് ആ ഒരു ശർക്കരപ്പാനി വറ്റി ഒരു തിളക്കം വരും. ഒരു കുറുകി ഒരു തിളക്കം വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ അവലിട്ട് കൊടുക്കണം. അതായത് 1/2 കിലോ അവലാണ് എടുത്തേക്കുന്നത്. ആ 1/2 കിലോ അവല് നമ്മൾ പാറ്റിപ്പിറക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതിയെ ഇതിനകത്തോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ മൊത്തം അവല് നമുക്ക് യോജിപ്പിച്ചിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. അതായത് ഈ ശർക്കരയിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തടുത്ത് വെക്കണം. അതായത് ഇങ്ങനെ തടുത്ത് ഫുൾ അവലും കൂടെ ചേർത്ത് തടുത്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ ചൂടോടെ അതിരുന്നൊന്ന് ഒരു ചെറിയൊരു ഡ്രൈനെസ് കിട്ടണം. അതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ എള്ള് വറുത്തതും കാഷ്യൂനട്ട് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട്, ഇത് നെയ്യിലാണ് ഇത് വറുത്തേക്കുന്നത്, കാഷ്യൂനട്ട് എള്ളും. ഒരു 1/2 മണിക്കൂർ നമുക്ക് ഇതുപോലെ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഈ മിക്സ് ആക്കണം. അതായത് ഡ്രൈ ആയ ഈ അവലിനെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം. അതായത് ആ കാഷ്യൂനട്ടും ആ നെയ്യും എല്ലാം കൂടെ ചേർന്നത് എല്ലായിടത്തും ചെല്ലണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വീണ്ടും നമുക്ക് പൊട്ടുകടല, തേങ്ങക്കൊത്തൊക്കെ ചേർക്കാം. തേങ്ങക്കൊത്ത് വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ നല്ല ടേസ്റ്റുള്ള അവല് വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് കൊടുക്കണം. ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും വരെ എല്ലാവർക്കും ബായ്.